കേരളത്തിലെ BJP അല്ല ഭരിക്കുന്നത്, ഭരിച്ചിട്ടുമില്ല, അടുത്തൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. എന്നിട്ടും ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവരുള്ളത് കേരളത്തിലാണ്. ദാരിദ്ര്യം അതേപോലെ അനുഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി കിട്ടാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതും കേരളത്തിലാണ്. ഇതൊരു വസ്തുതയാണത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു, ആകെ ശബരിമലയിലേക്ക് 2 പേരെ പോയിട്ടുള്ളൂ എന്നുള്ളത്. 53 പേര് പോയി എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുത്തു, വിവരങ്ങൾ എല്ലാ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്തു. അതൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞ് ആകെ 2 പേരെ പോയിട്ടുള്ളൂ. ആ 2 പേരെ കൊണ്ടുപോയിട്ടുള്ളത് പോലീസുകാർ 2 അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് പോലീസ് യൂണിഫോം അണിയിച്ചുകൊണ്ട് 10-60 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി കൊണ്ടുപോയിട്ടുള്ളതാണ്. അങ്ങനെയാണ് ആ ശബരിമലയിൽ പ്രശ്നം ഉണ്ടായത്. അല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ലായിരുന്നു. കുറച്ച് ആഴ്ച കൂടി കാത്തിരുന്നുണ്ടെങ്കിൽ അവിടെ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ പോകുന്നു. ആ റിവ്യൂ ചെയ്യുന്ന അവസരത്തിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്. അനാവശ്യമായ പ്രശ്നം ഉണ്ടാക്കിയതായാലും ഏതായാലും അതൊന്നും ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടില്ല. ഇതൊരു വസ്തുതയാണത്. എനിക്കിവിടെ പറയാനുള്ളത് ഒട്ടേറെ ശബരിമലയെ പറ്റിയിട്ടും ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏറ്റവും ഒരു കാര്യം പറയണത്, ശബരിമലയിൽ അക്കൗണ്ട് 739 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് നോക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഈ എണ്ണത്തിൻ്റെ കൊണ്ടുള്ള ഒരു കളിയാണ്. അതായത് ഈ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 147 കോടി രൂപ ശബരിമല തീർത്ഥാടകർക്കായുള്ള നിലയ്ക്കലിലേക്കും പമ്പയിലേക്കും വെള്ളത്താവളങ്ങൾക്കും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഉൾപ്പെടുന്നു. അപ്പോൾ ഇതും എങ്ങനെ നടപ്പാകും? ശബരിമലയുടെ മൊത്തം വികസനത്തിനായി 739 കോടി രൂപ ചെലവഴിക്കുന്നതായി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുന്നു. എന്നാൽ ഇതിൽ 2016-17 വർഷത്തെ 89 കോടി രൂപയും 2017-18 വർഷത്തെ 140 കോടിയും 18-19 വർഷത്തെ 200 കോടിയും 19-20 വർഷത്തെ 200 കോടിയും ഉൾപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വെറും 200 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷെ അവകാശവാദം 739 കോടി രൂപ എന്നുള്ള നിലയ്ക്കാണ്. ഇവിടെ ശബരിമലയെ പറ്റി തന്നെ പറയുന്ന വേറെ ചില കാര്യം, ഇതിന് ഒരു എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ചില ആൾക്കാർ അതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി വിമാനത്താവളമെല്ലാം കൊണ്ടുവന്ന് വികസനത്തിൽ ടൂറിസ്റ്റുകൾക്ക് ഒരു സുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു. ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വിവരണങ്ങളാണ് ഈ ശബരിമലയെ പറ്റിയിട്ടും പോലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തിരുപ്പതിയെ മാതൃകയിൽ വികസിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. തിരുപ്പതി മാതൃകയിൽ പോകുന്നതായിട്ടുള്ള തീർത്ഥാടകർക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ആ തരത്തിലാണ് സംവിധാനം ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള വ്യവസ്ഥകളൊന്നും കാണുന്നില്ല. ഏതായാലും ശരി, ഈ ശബരിമലയെ പറ്റി ഇത്രയും കൊട്ടിഘോഷിക്കുകയും ഈ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ശേഷവും അതിന് വേണ്ട ഇന്നും ആ പമ്പയിൽ പോയാൽ ഉള്ള സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ആവശ്യമാണ്.